ഞാൻ പറഞ്ഞ ഒരു കാര്യം നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഒരാൾ കാണാൻ വന്നിട്ടുണ്ട്. അതെ. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, വെഡ്ഡിങ് സാരി എടുക്കാൻ പോയി എന്നുള്ള സംഭവം. അങ്ങനെ നിനക്കും പെണ്ണ് കിട്ടി അല്ലേ കൃഷ്ണൻകുട്ടി? അപ്പോൾ ഈ ഒരു ഇൻട്രോയിൽ ഞാനിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഞാനൊരു കാര്യം ഇങ്ങനെ പറഞ്ഞു, ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അത് റോങ് ഇൻറ്റൻഷനോട് പറഞ്ഞതല്ല. കൈവിട്ട ആയുധം, വാവിട്ട വാക്ക്, രണ്ടും തിരിച്ചെടുക്കാനാവില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ വളരെ ലളിതമായിട്ട് അല്ലെങ്കിൽ ഒരു കാഷ്വൽ ടോക്കിൻ്റെ ഇടയിൽ ഒരു തമാശ രൂപേണ അങ്ങ് പറഞ്ഞു പോയ ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ തെളിച്ചു പറ. ഞാൻ ഇപ്പം കഴിഞ്ഞ ആഴ്ച ഒരു പെണ്ണ് കാണാൻ പോയി എന്നുള്ള കാര്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അവിടെ പോയി കണ്ടു, അവരെ ഇങ്ങോട്ട് ക്ഷണിച്ചു. അപ്പം അവിടെ നിന്നൊരു ബറ്റാലിയൻ ആൾക്കാർ ഇങ്ങോട്ട് വന്നു, ഒരു പെണ്ണിൻ്റെ ബന്ധുക്കളും കാര്യങ്ങളും എല്ലാവരും ഇവിടെ വന്നിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് ചെറുക്കൻ്റെ വീടും പരിസരവും എല്ലാം കണ്ട് ഇതുവരെ വളരെ ശരിയാണ്. പിന്നെ ഒരു മുക്കാച്ചെമ്പ് ബിരിയാണിയിൽ നിന്ന് അവർ ആ കച്ചവടം അങ്ങ് ഉറപ്പിച്ചിരിക്കുകയാണ്. പിന്നെ ഒരു മുക്കാച്ചെമ്പ് ബിരിയാണിയിൽ നിന്ന് അപ്പൊ തന്റെ ഉള്ളിൽ ഇതൊക്കെ ഉണ്ടായിരുന്നല്ലേ? അത് ഇനിയും പറഞ്ഞില്ലെങ്കിൽ സത്യം പറയല്ല, എൻ്റെ ഉള്ളിൽ തന്നെ ആ സാധനം കിടക്കുന്നുണ്ട് കേട്ടോ. ഇത് അന്തസ്സുള്ള ഇടപാടാണെന്ന് തോന്നണ്ടോ തമ്പുരാനെ? കാരണം ഓരോ ദിവസം കഴിയുന്തോറും ആൾക്കാർ എന്നെ ഇങ്ങനെ വളരെ മോശമായിട്ട് അല്ലെങ്കിൽ ഒരു അഹങ്കാരിയായ രീതിയിൽ എന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. നീ എന്തിനാണ് റോട്ടിൽ കൂടെ പോണ എണിയൊക്കെ പിടിക്കണത്? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി അല്ല. അപ്പോൾ അതിൽ കുറേ പേര് ഇങ്ങനെ നെഗറ്റീവായിട്ട് കമൻറ്റ് ചെയ്തിരിക്കുകയാണ്. അതിപ്പം അവർ വന്ന് കഴിച്ചതിൻ്റെ കണക്ക് ഞാൻ പറഞ്ഞു എന്നും, മനുഷ്യനുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ഗുണം എന്താണെന്നറിയോ? അന്തസ്. അത് നിങ്ങൾക്കില്ല. മെച്യൂരിറ്റി ഇല്ലാതെ ഞാൻ സംസാരിച്ചു എന്നും, എപ്പോഴേ ബന്ധുക്കളെ താഴ്ത്തിക്കെട്ടി സംസാരിച്ചു എന്നും, പിന്നെ ഭയങ്കര മനസ്സ് സങ്കടത്തിലിരിക്കാൻ സന്തോഷ്, ഭയങ്കര മനസ്സ് നീ എന്നെ പഠിച്ചത്, പിന്നെ മര്യാദ കുറച്ചൊക്കെ ആവാം, പിന്നെ അങ്ങനെ കുറേ എന്തൊക്കെയോ പറഞ്ഞു. ആൾക്കാർക്ക് എന്തേ പറഞ്ഞുകൂടാത്തെ? ഞാൻ അങ്ങനത്തെ ഒരു ദുരുദ്ദേശം ഉദ്ദേശിച്ചു അല്ലെങ്കിൽ ആരെയും കൊച്ചാക്കണമെന്ന രീതിയിൽ അല്ലെങ്കിൽ അവർ കഴിച്ചതിൻ്റെ പ്ലേറ്റിൻ്റെ തൂക്കവും കട്ടിയെടുത്തിട്ട് ഇത് മുക്കാച്ചെമ്പാണോ അരച്ചെമ്പാണോ എന്നുള്ളത് കൃത്യമായിട്ട് തൂക്കി എണ്ണി പറഞ്ഞതൊന്നുമല്ല. ഒരു നാണയത്തിന്റെ രണ്ട് വശവും നമ്മൾ നോക്കണമല്ലോ. അത് ആ ഫ്ലോയിൽ അങ്ങ് വന്ന് അങ്ങ് പറഞ്ഞു പോയതാണ്. അപ്പോഴാണ് അല്ലെങ്കിൽ ഇതിങ്ങനെ റോങ് ഇൻറ്റൻഷനിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാറിപ്പോയി എന്ന് നിങ്ങൾ പറയുമ്പോഴാണ് ഞാൻ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത്. അതുവരെ ഞാൻ മനസ്സാ വാച കർമ്മണ ലക്ഷ്മണ അറിയാത്ത ഒരു കാര്യമാണ്. പക്ഷേ അത് തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റ് ഒന്നും എന്റെ കയ്യിലില്ല. കാര്യമാണ് എൻ്റെ മൈൻഡിൽ എന്താണ്, രായമാണിക്ക സ്റ്റൈലിൽ ഈ സാധനം അങ്ങോട്ട് പോയാണ്. ഞാൻ അങ്ങനെ രീതി പറഞ്ഞു പോയല്ലേ. ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മൾ പറയുന്ന വാക്കുകളേക്കാൾ, അതായത് കേൾക്കുന്ന ആളിൻ്റെ ആ ഒരു മനസ്സ്, ഈ സംഭവങ്ങളെല്ലാം വളരെ വ്യത്യസ്തമായിട്ട് മാറിപ്പോകും. അവർ ധരിക്കുന്നത് മറ്റൊന്ന്. ഇപ്പൊ കണ്ടില്ലേ, കല്യാണമല്ലേ, എന്തായാലും നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം, ഈ കല്യാണം മുടക്കാൻ എനിക്ക് യാതൊരു ഉദ്ദേശവും ഇല്ല. പിന്നെ മനുഷ്യന്മാരല്ലേ, നമുക്ക് ഈ പറഞ്ഞ ടങ് സ്ലിപ്പും കാര്യങ്ങളൊക്കെ സംഭവിക്കാവുന്നതല്ലേ. ഇങ്ങനൊന്നും ചെയ്യില്ല. അഞ്ചാറബത്തൊക്കെ എല്ലാവർക്കും പറ്റേ. ഇപ്പൊ എനിക്ക് സംഭവിക്കും, നിങ്ങൾക്ക് സംഭവിക്കും. എനിക്ക് പക്ഷെ സംഭവിച്ചത് ഒരു പോക്കായിപ്പോ എന്നുള്ളത് മാത്രം. പിന്നെ ഒരു മുക്കാച്ചെമ്പ് ബിരിയാണിയിൽ നിന്ന് അതിന് നിനക്കെന്താണ് നഷ്ടം? പിന്നെ ആർക്കാ നഷ്ടം? ഏതായാലും പറ്റിയേ പറ്റി. ഇനി ഒരു അബദ്ധത്തിലും ചെന്ന് ചാടാൻ നോക്കിയാൽ